SK40 ജ്യോതിർഗമയുടെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ ക്ലാസ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ നടന്നു. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഹോസ്ദുർഗിലെ SI MBT സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 24 സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഓരോ ജില്ലയിലും ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. കർണാടകയോട് അതിർത്തി പങ്കിടുന്നതിനാൽ സിന്തറ്റിക് മയക്കുമരുന്നുകൾ എളുപ്പത്തിൽ ലഭിക്കാവുന്ന സ്ഥലമാണ് കാസർഗോഡ്. അതിർത്തികളിലൂടെയുള്ള ലഹരി ഒഴുക്ക് തടയുക, വിദ്യാർത്ഥികളെ ലഹരി വിൽപ്പനക്കാരാക്കുക തുടങ്ങിയ പ്രവണതകൾ തടയുകയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ലക്ഷ്യം. പുതുതലമുറയെ വഴിതെറ്റിക്കാൻ സമൂഹത്തിൽ വലവിരിച്ചവരെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ഹോസ്ദുർഗ് SI MPT സൈഫുദ്ദീൻ. അതായിക്കഴിഞ്ഞാൽ അവർ പോകുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ അവർക്ക് ചെറിയ ചെറിയ ഡോസ് കൊടുത്ത് അവരും ഇവർ വരുതിയിൽ വരുത്തിയിട്ടുണ്ടാവും. ആ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മരണം വരാൻ നിർത്താൻ വേണ്ടി പറ്റൂല. പിന്നെ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഇത് നോക്കുമ്പോൾ 80-90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് മയക്കുമരുന്ന് അടിച്ചാൽ 5 കൊല്ലം 6 കൊല്ലം കൊണ്ട് മരണപ്പെടും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. +1, +2 ബാച്ചുകളിലെ കുട്ടികൾക്കാണ് ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചത്. 24ന്റെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും കുട്ടികൾ ഏറ്റെടുത്തു. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രിൻസിപ്പൽ K ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് T രാജൻ, SMC ചെയർമാൻ NV സുമേഷ്, PTA കമ്മിറ്റി അംഗം P നാരായണൻ, സീനിയർ അധ്യാപിക കൊച്ചുറാണി അഗസ്റ്റിൻ, 24 കാസർഗോഡ് റിപ്പോർട്ടർ അരുൺ പാറക്കൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.